ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രോപ്പിക് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോസ്റ്റ് വെയിറ്റഡ് മൂവി, മലയാളത്തിന്റെ രണ്ട് താര രാജാക്കന്മാരൊന്നിക്കുന്ന ദ ബിഗ് MS ദ പേട്രിയറ്റ് സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാലോ, ഞാൻ ഈ ഒരു സിനിമ അത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. കാരണം മമ്മൂക്ക, മോഹൻലാൽ ഇവർ രണ്ടു പേരെയും ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച്, അതും 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തുന്നത്. അതും മഹേഷ് നാരായണൻ കഥയും തിരക്കഥയും എഴുതിയ, ആൻഡോ ജോസഫ് സംവിധാനവും ചെയ്ത ഈ ഒരു സിനിമ. ഗൈസ്, പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം കുറേ പേര് റിവ്യൂ എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പം പലർക്കും പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളും കാണും. അതായത് മൈ ഒപ്പീനിയൻ, അതായത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുവാണ്. എനിക്ക് പടം സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തുടങ്ങി കുറച്ചൊരു ഇച്ചിരി ലാഗായിട്ട് വന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പടം കയറി കുത്തി കഴിച്ചു. സീരിയസ്ലി പറയാമല്ലോ, മമ്മൂക്ക, മോഹൻലാൽ, കുഞ്ചാക്കോവൻ, അതുപോലെ ഫഹദ്, എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓൾ ഓവർ എല്ലാവരും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു 2-2.25 ഒരു 2.5 മണിക്കൂർ അത്രയും ഡ്യൂറേഷൻ ഉണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബേസ് വരുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു രീതിയിലുള്ള സംഭവമാണ്. പക്ഷെ അത് ജെനുവിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ജെനുവിൻ ആണ് ഗൈസ്. നമ്മളിപ്പം നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അതിൻ്റെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറയുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ഇതുണ്ട്. കാരണം കുറേയൊക്കെ നമ്മൾക്ക് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഒരു ലോൺ ആപ്ലിക്കേഷനിലാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഫോണിൽ സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ അതിനകത്തേക്ക് നമ്മളെ തന്നെ അതിനകത്തേക്ക് വിറ്റിരിക്കുന്നതെന്ന് പറയും ഇപ്പോൾ ഒരു ഫോണെന്ന് പറയുമ്പോൾ. അപ്പം അത് ആ ഒരു സംഭവം, അതായത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു ത്രില്ല് പോകും. ഇത് നിങ്ങൾ കാണണം. കാരണം ഇത് ഒരു സംഭവമാണ് ഇത്. അത് കുറെ കോർപ്പറേറ്റ് കമ്പനികളും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റും അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോയിലറായി പോകും, നിങ്ങൾക്ക് പിന്നെ കാണാനുള്ളൊരു മൂഡ് പോകും. അപ്പം പടം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലാഗുണ്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ച്. പക്ഷെ അത് കഴിഞ്ഞ് കിട്ടുമ്പം എൻ്റെ മോനെ നമുക്ക് കഥ അങ്ങ് സൂഹിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫ് മമ്മൂക്ക തൂക്കിയെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്ന് അങ്ങ് പൂണ്ട് വിളയാടിട്ട് പോയെന്ന് പറയാം. കാരണം ആ രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു കാര്യം കൂടെ ഫസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ മാസ് പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമയ്ക്ക് കയറരുത്. സീരിയസ്ലി പറയാം, നിങ്ങൾ ഒരിക്കലും മാസ് അല്ലെങ്കിൽ കുറെ പഞ്ച് ഡയലോഗ്, മമ്മൂക്കടയിലെ ലാലേട്ടൻ അങ്ങനത്തെ ഒരു സംഭവം വിചാരിച്ച് നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് കയറുകയേ ചെയ്യരുത്. അതൊന്നും നിങ്ങൾ ആ ഒരു അതായത് ലാലേട്ടൻ മുണ്ടു മടക്കി കൊടുത്ത് മറ്റേത് മറിച്ചത് ആ ഒരു മമ്മൂക്കാട ഇത് അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ ജസ്റ്റ് കയറി ടിക്കറ്റ് എടുക്കുക, ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് എന്തായാലും സീരിയസ്ലി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. കാരണം തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫിൽ ഇപ്പം മമ്മൂക്കാനെ കാണിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കാനെ കാണിച്ചപ്പം എൻ്റെ മോനെ തിയേറ്റർ അങ്ങ് ഇളകി മറയുമായിരുന്നു. സീരിയസ്ലി പറയാം. കാരണം ഞാൻ ഫാൻ ഷോക്കാണ് പോയത്, ഒരു രക്ഷയില്ലായിരുന്നു. മമ്മൂക്ക ഫാൻസ് വരെ കൈയടിച്ചെങ്കിൽ പുള്ളിയുടെ റേഞ്ച് അത് വേറെ തന്നെയാണ്. അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ സ്പോയിലറായി പോകും ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നല്ല രീതിയിൽ തന്നെയാണ്. സ്റ്റോറി നോക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു രീതിയിലൊക്കെ, അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ആ ഒരു രീതിയിലാണ് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഫഹദ്, പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കിടുക്കാച്ചിയായിട്ട് അവരഭിനയിച്ച്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സൈഡ് സുഷിൻ ശ്യാം, അതും അത്യാവശ്യം അതൊരു വേറെ വൈബാണ്. പുള്ളി ആ ഒരു രീതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിയും ചെയ്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സീൻസൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ ഒരു സ്വാഗും കാര്യങ്ങളുണ്ട്. അത് മമ്മൂക്കാടാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സ്വാഗ്, ആ ഒരു ഇതൊക്കെ വേറെ വൈബായിരുന്നു. പിന്നെ ഒരു കാർ ഫൈറ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത്. അപ്പം എന്തായാലും ഗൈസ്, ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. നിങ്ങൾ എന്തായാലും പോയി കാണ്, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്, മമ്മൂക്ക പറയുന്നതൊക്കെ പോലെ. എന്തായാലും എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്.
അപ്പം നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.